ഒരു നടന്റെ സ്വഭാവം, ക്യാരക്ടറിനെ നമ്മൾ വിലയിരുത്തുന്നത് പരാജയങ്ങളെ അല്ലെങ്കിൽ ഉദ്ദേശിച്ച അത്ര വലിയ വിജയമാകാത്ത സിനിമകളെ എങ്ങനെ കാണുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചാണ്. ഇപ്പോൾ മജ, ഭീമ, അത്തരം സിനിമകളെ താങ്കൾക്ക് തന്ന അനുഭവം എന്താണ്? മജ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് അന്യന് ശേഷമാണ് ചെയ്തത്. മജ എനിക്ക് ആ പടം, ഒറിജിനൽ പടം കണ്ടിട്ട് എനിക്ക് ഭയങ്കര തൊമ്മന്റെ മക്കൾ കണ്ടിട്ട് ഞാൻ what a fantastic film. ഈ പടം ഞാൻ ചെയ്യണം, ഇങ്ങനെ ഒരു ഫാമിലിക്ക് റിലാക്സ് ആയിട്ട്, ആൻഡ് such a fantastic director. ആൻഡ് എനിക്ക് അത്ര ഒരു ഷഫീദ വാസ് സോ ഗുഡ് ഇൻ ദ ഫിലിം. എനിക്ക് ഭയങ്കര ആഗ്രഹം ഈ പടം ഞാൻ ഇപ്പോൾ ചെയ്യണം എന്ന് சொல்லிட்டு. ബട്ട് ഞാൻ പഠിച്ച ഇത് പാഠം അനിയൻ ഒരു വലിയ ക്യാരക്ടറിന് ശേഷം ഈ ക്യാരക്ടർ ഓഡിയൻസ് എക്സ്പെക്ടേഷൻ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അവർ കാണുമ്പോൾ ആക്ച്വലി ഇപ്പോഴും പടം കണ്ട് ആരും അയ്യോ ഈ പടം നല്ലതല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും അയ്യോ ഇറ്റ് ഇസ് സോ നൈസ് എന്ന് പറഞ്ഞു. ആൻഡ് സം പീപ്പിൾ സെഡ് മലയാളത്തോട് ബെറ്റർ ഓർ വാട്ട് എവർ. ബട്ട് എന്നാ ഐ ഡിഡ് നോട്ട്, ദേ ഫെൽ ദാറ്റ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് അതുകൊണ്ട്. പിന്നെ അതിൽ പശുപതി അപ്പോൾ മാർക്കറ്റ് ഒന്നുമില്ല, പിന്നെ മണിവണ്ണൻ സാർ പടങ്ങളില്ല. മൂന്ന് പേരും ഈക്വൽ ആയിട്ട് ചെയ്യുമ്പോൾ തമിഴ് സിനിമ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഭീമ അത് തന്നെ സെയിം പ്രശ്നം. ഭീമാലെ ടൈം സമയമായി ഒരു 3 കൊല്ലമായിട്ട് പ്രശ്നം അതുകൊണ്ട്. സെക്കൻഡ് നம்ப മാட்டீங்க ആ പടത്തിൻ്റെ ബിക്കോസ് ദ പടത്തോടെ ബഡ്ജറ്റ് ഒരു 12 to 14 crores ഉള്ളൂ. ബട്ട് വിത്തത് 37 crores. ബട്ട് വാട്ട് വി ഗോട്ട് ഇസ് 32 crores. അതുதான் വരുമാനം. പടം ടോപ്പ് നെഗറ്റീവ് അത് വേറെ വിഷയം. 32 crores വി മെയ്ഡ്. അതിലും പ്രകാശ് രാജിക്ക് എനിക്ക് കുറച്ച് റോൾ എക്സ്ട്രാ ആയിട്ട് ഞാൻ തന്നു. നോർമലായിട്ട് നമ്മൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് നല്ല റോൾ തരണം, എല്ലാവരും നാ ഹീറോ എനിക്ക് മാത്രം വേണം അങ്ങനെ പറയുന്നു. വി ഷുഡ് നോട്ട് സേ. ബട്ട് ഈ സംഭവങ്ങൾക്ക് ശേഷം ഞാൻ ഓക്കെ ഇനി ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് എൻ്റെ റോൾക്ക് എത്ര അഭിനയം എത്ര ഉള്ളു ആൻഡ് യു നോ വാട്ട് ക്യാൻ വി ഡു മേക്ക് ഇറ്റ് ലാർജ്. ഇപ്പോൾ എൻ്റെ മാർക്കറ്റ് മാറി. അപ്പം വിക്രം ഒരു സാധാരണ നല്ല മനുഷ്യനായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ സംവിധായകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ചെയ്യുക, അല്ലാതെ അവരുടെ സ്ക്രിപ്റ്റിലും അല്ലെങ്കിൽ അവർ എടുക്കുന്ന രീതിയിലും ഒന്നും തീരെ ഇടപെടാറില്ലേ? സ്ക്രിപ്റ്റിംഗ് ഓർ ആർട്ടിസ്റ്റ് സെലക്ഷൻ ഇല്ല ക്യാമറമാൻ എല്ലാത്തിലും എനിക്കും ഒരു പങ്കുണ്ട്. ഞാനും സംസാരിക്കും. പ്രോജക്ട് ഡിസൈൻ ചെയ്യും. ഇപ്പോൾ കന്ദസ്വാമി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്ട് ഫസ്റ്റ് പ്രൊഡ്യൂസർ വന്നിട്ട് പറയും, പ്രൊഡ്യൂസർ ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത ശേഷം ഇയാൾ വേണം ഡയറക്ടറായിട്ട്. പിന്നെ അവരുടെ അടുത്ത് കഥ പറയും. സോ അത് സെലക്ട് ചെയ്തിട്ട് പിന്നെ அந்த ഗേള്, പിന്നെ മറ്റു ആർട്ടിസ്റ്റ്, ക്യാമറമാൻ, മ്യൂസിക് ആരോ ഓക്കെ ഹാരിസ് ജയരാജ് ആണെങ്കിൽ അല്ലെങ്കിൽ ദേവിദ് ശ്രീ പ്രസാദ്, ഈ ക്യാമറ PC ശ്രീറാം ഇസ് വെരി ഗുഡ് ഇൻ ദ സബ്ജക്ട്. എവറിത്തിങ് എൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ബട്ട് വെൻ വി ഡിസൈഡ് ദ സബ്ജക്ട് എല്ലാം ചെയ്ത ശേഷം അവർ ഷൂട്ടിംഗ് പോകുമ്പോൾ ഇവിടെയും ഡയറക്ടർ ഇസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഓൾവേസ്. ഞാൻ അവരോട് ഞാൻ എപ്പോഴും ആർഗ്യൂ ചെയ്യും. ഞാൻ ഒരു ഷോട്ടിൽ ഇല്ല അയ്യോ അതെങ്ങനെ എൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ലോ, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ദെൻ വൈ ഷുഡ് ഹി സേ ദാറ്റ്, ഇല്ലെങ്കിൽ ഈ ഡ്രസ്സ് വേണമോ അതെല്ലാം. അപ്പോൾ ഡയറക്ടർ ഒന്നും ഇല്ല ഇത് ആർഗ്യൂ ചെയ്തിട്ട് സംടൈംസ് ഇല്ല, സംടൈംസ് ഇല്ല എനിക്ക് ഈ ഡ്രസ്സ് വേണോ, ഓക്കെ നോ പ്രോബ്ലം. നായിക ആരാണെന്നുള്ള കാര്യത്തിലും വിക്രം പിന്നെ പറയാറുണ്ടോ? അത് ഞാനില്ല, എല്ലാ ടോപ്പ് ഹീറോസും തമിഴ് നായിക മുതൽ കൊണ്ട് മെയിൻ ആർട്ടിസ്റ്റ് ലൈക് വില്ലൻ, നായിക, സ്റ്റണ്ട് മാസ്റ്റർ, മ്യൂസിക്. ഈ വലിയ സിനിമകളിൽ പോലും നായികമാർക്ക് കഥാഗതിയിൽ വലിയ ഒരു സ്ഥാനമില്ലെങ്കിൽ കൂടി അവരുടെ ശരീരമോ അല്ലെങ്കിൽ അവരുടെ ഗ്ലാമറോ എന്തുമായിട്ട് അത് ഈ സിനിമയുടെ വിജയത്തിന് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടാവാം. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ് ആയിട്ട് ഒരു പടം ഹിറ്റാവുമ്പോൾ ഇപ്പോൾ കന്ദസ്വാമി ഹിറ്റായി, ഇപ്പോൾ ശ്രേയാക്ക് അതിലൊരു പങ്കുണ്ട്, എനിക്ക് പങ്കുണ്ട്, ഡയറക്ടർക്ക് പങ്കുണ്ട്, ക്യാമറമാൻ, ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ കൂടെ എത്ര നല്ല പാട്ട് ഇട്ടാലും ഒരു പടം ഫ്ലോപ്പ് ആണെങ്കിൽ ആ പാട്ടെല്ലാം വേസ്റ്റ്. ബട്ട് വെൻ എ മൂവി ഇസ് എ ഹിറ്റ്, ഈവൻ ഇഫ് ദ മൂവി സോങ്സ് ആർ ഓക്കെ, അവർക്ക് ഒരു നല്ല പേര് വരും, അവർ നല്ല മ്യൂസിക് ഡയറക്ടർ, ഈസ് ഗോട്ട് ലക്ക്. സോ ഗേൾസ് ആൻഡ് തമിഴ് സിനിമ എന്നെ കേട്ടിங்கன்னா തമിഴ് സിനിമ ഞാൻ എപ്പോഴും മാർക്കറ്റ് വി വിൽ സീ, ബട്ട് മെയിൻലി ആ കഥാപാത്രം ഈ ഗേൾക്ക് സൂട്ടബിൾ ആ, ഇസ് ഇറ്റ് ഓക്കെ. ആൻഡ് മോസ്റ്റ് ഓഫ് മൈ കാര്യം ഇപ്പോൾ കന്ദസ്വാമിയിലും കണ്ടാൽ ശ്രേയാക്ക് ഒരു ഓൾമോസ്റ്റ് ഈക്വൽ റോൾ. സോ ഒവ്വൊരു കഥാപാത്രം വി ഡു ലൈക്ക് ദാറ്റ്. Definitely they get because നമ്മളുടെ തമിഴ് സിനിമയിൽ I told you know the heroine's age is only 5 years. So 5 years number of hits is only important for them. അത് ഏത് പെർഫോമൻസ് തന്നാലും nobody. ഇപ്പോൾ സിമ്രൻ ടോപ്പ് ആയിരിക്കുമ്പോൾ തന്നെയായിട്ട് ഹീറോയിൻ ഓറിയന്റഡ് സബ്ജക്ട്സ് ചെയ്തു, അത് ഓടിട്ടില്ല. ഒരു രജനി സാറോട് ഇല്ലെങ്കിൽ ഒരു അജിത്ത് ഒരു വിജയോടെ പടം ചെയ്തിട്ട് ഹിറ്റാണെങ്കിൽ അത് മതി.